സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്ത അല്പം രസകരമെന്ന് തോന്നിയ ഒരു വാർത്തയാണ് പാഠഭേദത്തിൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ US മിലിറ്ററി ഇറാനിൽ വലിയ ആക്രമണങ്ങൾ നടത്തിയ, ബോംബാക്രമണങ്ങൾ നടത്തിയ, പ്രത്യേകിച്ചും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ച കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത, ഇറാൻ്റെ ഒരു മന്ത്രി അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയാണ്, ഈ അമേരിക്ക ഇട്ട ബോംബുകളിൽ, പ്രത്യേകിച്ചും ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളുണ്ട്, അതായത് ഏറ്റവും ആഴത്തിലുള്ള ബങ്കറുകളെ പോലും തകർത്ത് കളയുന്ന ബോംബുകൾ, അത്തരം ബോംബുകൾ, ചെറിയ ബോംബൊന്നുമല്ല കേട്ടോ, 20 അടിയോളം നീളമുള്ള 13,000 കിലോഗ്രാം ഭാരമുള്ള, 13 ടൺ ഭാരമുള്ള ബോംബ്. സാധാരണ ഈ ബോംബ് വാഹിനി വിമാനങ്ങളിലൊന്നും ഈ ബോംബ് കൊണ്ടുപോകുവാൻ പറ്റുകയില്ല. അത്ര കരുത്തുള്ള ഈ ബോംബുകളിൽ ചിലത് പൊട്ടാതെ കിടപ്പുണ്ട്. അതായത് ഇറാൻ്റെ കസ്റ്റഡിയിൽ ആ ബോംബുകളുണ്ട് എന്ന ഒരു പ്രഖ്യാപനം നടത്തി. ഇത് ആണവ സൈറ്റുകളിലാണ് ആ ബോംബ് ഇട്ടത്, അവിടെയാണ് ഈ ബോംബുകൾ കിടക്കുന്നത്. അതുകൊണ്ട് അത്തരം സൈറ്റുകളിലേക്ക് ഇവർക്ക് കയറി ചെല്ലാൻ, ഈ പൊട്ടാതെ കിടക്കുന്ന ബോംബുകൾ അവ നിരീക്ഷിക്കുവാനോ പരിശോധിക്കുവാനോ നിഷ്ക്രിയമാക്കുവാനോ ഒക്കെ കഴിയുമോ എന്ന ചോദ്യമാണ് ഈ ഇറാൻ്റെ മന്ത്രി UN-നോടൊക്കെ ചോദിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ ബോംബ് പൊട്ടിയില്ല എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ബോംബൊന്നുമല്ല, 13,000 കിലോഗ്രാം ഭാരമുള്ള വലിയ പ്രഹരശേഷിയുള്ള ബോംബുകളാണ്. ഇത് പൊട്ടിയില്ല എന്ന വാർത്തയല്ല എൻ്റെ ചിന്തയ്ക്ക് വിഷയീഭവിച്ചത്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ പ്രസംഗം മധ്യേ ഈ വിഷയം ഒന്ന് പറയുകയും ചെയ്തു. അതായത് ഇട്ട ബോംബ് പൊട്ടാതെ ശത്രുവിൻ്റെ കയ്യിലെത്തിയാലുള്ള അവസ്ഥ എന്താണ്? നമ്മുടെ ആയുധങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ശത്രു കയ്യിലെടുത്താൽ, ശത്രു തിരിച്ച് അത് നമുക്കെതിരെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉള്ള അവസ്ഥ എന്താണ് എന്നൊരു ചിന്തയാണ് എനിക്ക് ഉണ്ടായത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരം വാർത്തകൾ വരുന്നത്. കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US സൈന്യം പിന്മാറിയപ്പോൾ ഒരു ഡെഡ് ലൈനൊക്കെ ഉണ്ടായിരുന്നു, ഇത്രാം തീയതിക്കകമായിട്ട് ഇവരെ പൂർണ്ണമായിട്ടും അഫ്ഗാനിസ്ഥാൻ വിട്ടുപോകണമെന്ന്. ആ സമയത്ത് സംഭവിച്ച കാര്യമാണ്, അമേരിക്കക്കാർ അഫ്ഗാൻ വിട്ടുപോയപ്പോൾ അമേരിക്കയുടെ ചില ഹെലികോപ്റ്ററുകൾ, UH-60 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ, MD-530 ഹെലികോപ്റ്ററുകൾ, ഇവയൊക്കെ ഈ അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ചിട്ട് പോയി. ഈ ഹെലികോപ്റ്ററുകൾ മാത്രമല്ല, അതുപോലെ തന്നെ സൈനിക വാഹനങ്ങൾ, വളരെ കരുത്തുറ്റ സൈനിക വാഹനങ്ങളൊക്കെ അഫ്ഗാനിൽ ഉപേക്ഷിച്ചിട്ട് ഈ അമേരിക്കൻ മിലിറ്ററി പോകുവാനാണ് ഇടയായി തീർന്നത്. 27 ഹംവി മിലിറ്ററി വെഹിക്കിൾസ് ഉണ്ടായിരുന്നു, അത് അഫ്ഗാനിൽ കളഞ്ഞിട്ടാണ് പോയത്. കുറേ ഹെലികോപ്റ്ററുകളും ഈ പറഞ്ഞ തരത്തിലുള്ള ആയുധങ്ങളുമൊക്കെ കളഞ്ഞിട്ടാണ് പോയത്. അമേരിക്കൻ ഗവൺമെൻറ് പറയുന്നത് ഈ ആയുധങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്ററുകളൊക്കെ വളരെ പൂർണ്ണമായിട്ടും നിഷ്ക്രിയമാക്കിയിട്ട്, അല്ലെങ്കിൽ ഇനി ആർക്കും അത് ഉപയോഗിക്കാൻ കഴിയാതെ വണ്ണം അത് മുഴുവൻ നശിപ്പിച്ചിട്ടാണ് പോയതെന്നൊക്കെ പറയുന്നു. പക്ഷേ അഫ്ഗാനിലെ ഈ ആളുകളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ചും ഈ അവിടുത്തെ ഈ ഇപ്പോഴത്തെ ഭരണത്തിലൊക്കെ ഇരിക്കുന്ന പാർട്ടികളുടെ ആളുകളൊക്കെ ഈ വിമാനത്തിൻ്റെ അകത്തൊക്കെ കയറിയിരുന്ന് ഇത് പരിശോധിക്കുകയും, പിന്നെ ഈ വിമാനങ്ങളൊക്കെ അകത്ത് പോസ് ചെയ്ത് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല മാധ്യമങ്ങളിലൂടെയും നമുക്ക് കാണുവാനിടയായി തീർന്നു. അപ്പം അമേരിക്ക പറയുന്നുണ്ട് എല്ലാം നശിപ്പിച്ചിട്ടാണ് പോയതെന്ന്. പക്ഷേ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ശത്രുവിൻ്റെ കയ്യിൽ ഇവരുടെ ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഹെലികോപ്റ്റേഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഹെലികോപ്റ്ററിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ, അതെന്തുവാ സംഭവം, അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നിരീക്ഷിക്കാൻ ഒരു കാരണമായി തീരുമെന്നുള്ള ഒരു വലിയ അപകടമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ശത്രുവിൻ്റെ കയ്യിൽ നമ്മുടെ ആയുധം എത്തിയാലുള്ള സ്ഥിതിവിശേഷത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് പറയുമ്പോഴാണ് കേരളത്തിൽ ചിലപ്പോഴൊക്കെ കാണുന്നൊരു കാഴ്ച എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്കറിയാം, കേരളം ഈ പ്രതിഷേധങ്ങളുടെ നാടാണ്, പ്രൊട്ടസ്റ്റുകളുടെ നാടാണ്. എപ്പോഴും നിയമസഭയ്ക്ക് അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രൊട്ടസ്റ്റ് കാണും. ഈ കഴിഞ്ഞ 5 വർഷം അങ്ങനെ വലിയ പ്രൊട്ടസ്റ്റ് ഇല്ലായിരുന്നെന്നാണ് VD സതീശൻ തന്നെ പറഞ്ഞത്.
ഒരു ഹർത്താൽ പോലും നടത്താത്ത പ്രതിപക്ഷമെന്ന ചരിത്രം കേരളത്തിൽ ആദ്യമായിട്ട് കിട്ടിയെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കേരളത്തിൻ്റെ സ്വഭാവം, തനത് സ്വഭാവം നമുക്കറിയാം. സതീശൻ്റെ പാർട്ടി പ്രൊട്ടസ്റ്റ് നടത്തിയില്ലെങ്കിലും കേരളത്തിൽ ഇഷ്ടംപോലെ പ്രൊട്ടസ്റ്റ് ആരെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ, പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ പിന്നെ ബാരിക്കേഡുകൾ തീർക്കും പോലീസ്. പിന്നെ സമരക്കാരുടെ ഒരു രീതിയാ, ബാരിക്കേഡ് ഉണ്ടെങ്കിൽ അതിനെ തകർക്കണം, എങ്കിലേ സമരം വിജയിച്ചുള്ളൂ. അങ്ങനെ ബാരിക്കേഡ് തകർക്കുമ്പോൾ പിന്നെ ജലപീരങ്കി ഉപയോഗിക്കും. ജലപീരങ്കി ഉപയോഗിച്ചിട്ട് പറ്റിയില്ലെങ്കിൽ കണ്ണീർ വാതക ഷെൽസ് ഉപയോഗിക്കും. കേരളത്തിൽ സ്ഥിരമായി കാണുന്നൊരു കാഴ്ചയാണ്, കണ്ണീർ വാതക ഷെല്ല് അങ്ങോട്ട് എറിയുമ്പോൾ ഈ സമരക്കാർ ഈ ഷെല്ലെടുത്തിട്ട് തിരിച്ച് പോലീസിനിട്ട് എറിയും. അപ്പം ചുരുക്കി പറഞ്ഞാൽ, ശത്രുവിൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ആയുധം കിട്ടിയാലുള്ള അവസ്ഥ എന്താണ് എന്നതാണ് എൻ്റെ ഒരു കുഞ്ഞ് ചോദ്യം. അതാണ് എൻ്റെ ഒരു ആശങ്ക. ഞാൻ കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞ കാര്യം പറയാം. പലപ്പോഴും ഈ നമ്മൾ ഇട്ടിട്ടും പൊട്ടാതെ പോകുന്ന പല ബോംബുകളും സാത്താൻ പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇറാൻകാർ പറയുന്നത് പോലെ, അമേരിക്കയുടെ വലിയ ബോംബ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഇറാൻ്റെ മന്ത്രി പറഞ്ഞതുപോലെ, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളെ ഇട്ടിട്ടും പൊട്ടാതെ പോകുന്ന ബോംബുകൾ അത് സാത്താൻ്റെ കൈ കിട്ടിയാലുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കണം. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന്, അതിൻ്റെ റൂട്ട് എന്താണെന്ന് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയാം. ദൈവം ഒരു വ്യക്തിയെ വളരെയധികം കേപ്പബിളായിട്ട്, ടാലൻറ്റഡായിട്ട്, കൃപകളൊക്കെ കൊടുത്ത് ഇങ്ങനെ വളർത്തിയെടുക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ അതിശക്തമാകുന്ന ഒരു സ്പിരിച്വൽ വെപ്പണായിട്ട് ദൈവത്തിനെ പണിതെടുക്കുന്നു. നല്ലൊരു ആത്മീക ആയുധമാകട്ടോ. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ വ്യക്തിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പറ്റിയില്ല. അതായത് ദൈവരാജ്യത്തിന് വേണ്ടി ശത്രുവിൻ്റെ സാമ്രാജ്യത്തിലേക്ക് എഴുതുവിട്ട, എറിഞ്ഞ ഈ ബോംബ് പൊട്ടാതെ അവിടെ കിടക്കുകയാണ്. പൊട്ടാത്തതിന് പല കാരണം ഈ ബോംബ് പറയുമായിരിക്കും, അല്ലെങ്കിൽ ഈ ആയുധമായി ഉപയോഗിക്കപ്പെടേണ്ട വ്യക്തി പറയുമായിരിക്കും. അദ്ദേഹം പറയുമായിരിക്കും, എൻ്റെ കൂടെ നിന്നവർ എന്നെ വഞ്ചിച്ചു, കൈത്താങ്ങൽ തന്നില്ല, അല്ല എങ്കിൽ 100 കാരണങ്ങൾ നമുക്ക് പറയാനില്ലേ. അങ്ങനെ പൊട്ടാതെ കിടക്കുമ്പോൾ സാത്താൻ പറയും, നിന്നെ ഇവരെല്ലാം കൂടെ ചതിച്ച് ഒതുക്കി ഒരു പരുവമാക്കി സൈഡിൽ വെച്ചേക്കുമല്ലേ. പൊട്ടിയാൽ ഭയങ്കര ബോംബായിരുന്നു കേട്ടോ, ഭയങ്കര ആയുധമായിരുന്നു. ദൈവം അങ്ങനെ പണിതെടുത്തത്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പൊട്ടാതെ കിടക്കുന്ന ബോംബുകളെ ശത്രു വശീകരിച്ചെടുത്തിട്ട് ഇന്ന് ദൈവരാജ്യത്തിൻ്റെ അകത്തേക്ക് തന്നെ അതേ ബോംബിനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചറിയുന്ന പല ബോംബുകളും ദൈവരാജ്യത്തിൻ്റെ അകത്ത് പൊട്ടുന്ന കാഴ്ചകൾ നമുക്ക് ചുറ്റും കാണാറുണ്ട്. എൻ്റെ ചർച്ചയിൽ കഴിഞ്ഞ സൺഡേയിൽ ഞാൻ പറഞ്ഞത് ആസാദിയുടെ പ്രേക്ഷകരോട് മുഴുവൻ പേരോടും പറയുകയാണ്, ഒരു കാരണവശാലും നമ്മൾ ശത്രുവിൻ്റെ കയ്യിൽ ഒരു ആയുധമായി മാറുവാൻ പാടില്ല. ദൈവം വർഷങ്ങളെടുത്ത് നമ്മെ പണിതെടുത്തത്, നമ്മളിൽ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തത് ദൈവരാജ്യത്തിന് വേണ്ടി ഒരു ശക്തമായ ആയുധമായി തീരാനാണ്. ഇനിയും ഇവിടെ ആയുധമായി തീരാൻ കഴിഞ്ഞില്ല എന്ന കാരണത്താൽ, പൊട്ടാൻ കഴിഞ്ഞില്ല, ഉപയോഗിക്കപ്പെടാൻ കഴിഞ്ഞില്ല എന്ന കാരണത്താൽ ശത്രുവിൻ്റെ കയ്യിൽ ഒരായുധമായി മാറരുത്. ഒരു തീരുമാനമുണ്ടാകണം. ശത്രു എത്ര വശീകരിച്ചാലും ദൈവരാജ്യത്തിന് എതിരെ തിരിഞ്ഞ് ഞാൻ നിൽക്കുകയില്ല. അങ്ങനെ പൊട്ടാതെ കിടന്ന പല ബോംബുകളെയുമാണ് ഇന്ന് ദൈവരാജ്യത്തെ തകർക്കാൻ ശത്രു സാത്താൻ ഉപയോഗിക്കുന്നത് എന്ന എൻ്റെ ഒരു ചിന്ത ഞാൻ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ടങ്ങ് കൈമാറുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful time.